7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും വിജയിച്ചത് ഇടത് എംഎൽഎമാർ. കൊടുവള്ളി എംഎൽഎ കാരാട്ട് റസാഖ് ഒഴികെയുള്ള എല്ലാവരുടെയും ലീഡ് 10,000-നു മേലെ. 6ഇടത്തും കൂടി 98,535 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ആ അർത്ഥത്തിൽ എങ്ങനെ കണക്ക് കൂട്ടിയാലും മണ്ഡലത്തിന്റെ ചരിത്രം കടും ചുവപ്പാണ്. UDF-നൊപ്പമുള്ളത് കോഴിക്കോട് സൗത്തും അവിടെ നിന്നുള്ള MK മുനീറും മാത്രം. 88% പൊളിറ്റിക്കൽ വോട്ട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ബാക്കിയുള്ള വോട്ടുകളുടെ കാര്യത്തിൽ ഈ 12% എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് എടുക്കുന്നു. കോഴിക്കോട് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 10 തെരഞ്ഞെടുപ്പുകൾ നടന്നു. 7 പ്രാവശ്യവും വിജയിച്ചത് UDF തന്നെ. കഴിഞ്ഞതിന്റെ മുൻപത്തെ തവണ കഷ്ടിച്ച് 838 വോട്ടിന് ജയിച്ച MK രാഘവൻ കഴിഞ്ഞ പ്രാവശ്യം കൈ ഉയർത്തിയത് 16,883 വോട്ട് ഭൂരിപക്ഷം നേടി. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ BJP വലിയ ശക്തിയല്ല. കഴിഞ്ഞ തവണ താമരയ്ക്ക് കുത്തിയത് 12.28% വോട്ടർമാരാണ്. കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് ഉപ്പ് പകർന്ന നാടാണ് കോഴിക്കോട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യ യോഗം ചേർന്നതും ഇവിടെയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ കനലുകൾ ഇപ്പോഴുമുണ്ട് വോട്ടർമാരിൽ. അതുതന്നെയാണ് കോഴിക്കോടിന്റെ രാഷ്ട്രീയവും. റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.